ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളരിക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലൊരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പകുതിയോളം എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഫുള്ളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് എടുക്കുന്നുണ്ട്, കണ്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് അരിയൊക്കെ റിമൂവ് ചെയ്തെടുത്തു. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് ചെറുതാക്കി എടുക്കണ്ട, എന്നാൽ നല്ല വലുതാക്കി എടുക്കരുത്. ആ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വീഡിയോസ് ഇടുന്നില്ലേ, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ. 1-2 വീഡിയോസൊക്കെ നമ്മൾ അടുപ്പിച്ചിടുന്നത് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. യൂട്യൂബിൻ്റെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് കാണുക കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ഉറപ്പായിട്ടും വരും. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ. അത് മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ മുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു മുളകേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത്യാവശ്യം എരിവുണ്ട്, നല്ല വലിയ മുളകാണ്, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ചേർത്തത്. ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു. എന്നിട്ട് നല്ല ഒരു തക്കാളി, ഒരു പഴുത്ത തക്കാളി ചേർക്കുക കേട്ടോ. ഒരുപാട് വലുതാവരുത്, ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരു 1/4 മുറിയോ അരമുറിയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. പുളി ഒരുപാട് കൂടരുത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടി കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതധികം പുളിയില്ലാത്ത തക്കാളിയാണ്, ഒരു ചെറിയ തക്കാളി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത്, കൂടിക്കഴിഞ്ഞാലും ഒരുപാടങ്ങ് വെള്ളം പോലെ ആയി പോകും നമ്മുടെ കറി കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസിൽ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ആ പുളി ഇട്ട് വെച്ച് കൊടുക്കണം. കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ വെള്ളത്തിൽ പുളി ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ അതുപോലെ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വെക്കുക കേട്ടോ. ഇതൊന്ന് അങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. എന്നിട്ട് ഒരു 8-10 ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7-8 എണ്ണം മതിയാവും കേട്ടോ. ചെറുതാണ്, ഒരുപാട് വലുതല്ല. ഇനി നമുക്കിത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴട്ടാം. ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ടെന്ന് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം, അത്രയേ ഉള്ളൂ. ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു 1-2 നുള്ളു മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് വെള്ളരിക്കയിൽ, അതുകൊണ്ട് തന്നെ അധികം ചേർക്കണ്ട. ഒരു 1/2 ടീസ്പൂണിൽ താഴെ മുളക് പൊടി, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പൊടികൾ ചേർക്കുമ്പോൾ. ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്കയുടെ കൂട്ട് ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. 2 വിസിലൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും കേട്ടോ. ആ ഒരു കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. തേങ്ങയോ അങ്ങനെ ഒന്നും വേണ്ട, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അധികം മസാലപ്പൊടികളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ.
എപ്പോഴും നമുക്ക് ചോറുണ്ടാക്കുമ്പോൾ എന്ത് കറിയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കൺഫ്യൂഷനാണല്ലോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറേശ്ശെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കണം. കാരണം പുളിയുടെ അളവ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഫുള്ള് ഒഴിക്കുന്നില്ല, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ടേസ്റ്റിനനുസരിച്ചാണ് ഒഴിക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു, പിന്നെ ചെക്ക് ചെയ്ത് നോക്കി, പിന്നീട് ഒഴിച്ചു കൊടുത്തു. അല്ല എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ പുളിയുടെ അളവ് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു പൊട്ട് ശർക്കര അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത്തിരി ശർക്കര ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ശർക്കര ഒന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 5-6 പീസ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5-6 പീസ് മതി, എല്ലാം കൂടെ ഉടച്ച് കളയരുത്. എന്നിട്ട് ഒരു 2 നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ ഒരു ഇത്തിരി നേരം ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ശർക്കര ചേർക്കുക, കായപ്പൊടി ചേർക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ പുളിയുടെ റോ ടേസ്റ്റ് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പാൻ വെച്ചു, വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് താളിച്ച് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒന്ന് താളിച്ചാൽ മതി. കുറച്ചുകൂടെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒന്ന് താളിച്ച് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ താളിച്ച് കൊടുത്തത്. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത്, എന്നാൽ അധികം തിക്കാക്കിയും വെക്കരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം. ഒരു 5-6 പീസ് ഒന്ന് ഉടച്ചു കൊടുക്കണം വെള്ളരിക്ക. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. 5-6 അല്ലെങ്കിൽ ഒരു 3-4 പീസെങ്കിലും ഒന്ന് ഉടച്ചു കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഒരു പൊട്ട് ശർക്കര കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്വാദാണ് കേട്ടോ. ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് ഒരു പൊട്ട് മധുരം പോലെയൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പുളിയുടെ ടേസ്റ്റും ആ ഒരു ശർക്കരയുടെ മധുരവും എല്ലാം കൂടി ചേരുമ്പോൾ ഓപ്ഷണലാണ്, എന്നാലും ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ആ ഒരു ടേസ്റ്റിനെ വല്ലാണ്ട് എൻഹാൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന പോലെ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ അൺസബ്സ്ക്രൈബ് ചെയ്യുക, എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞത് നമ്മൾ 3-4 വീഡിയോസൊക്കെ ഒരുമിച്ച് കാണാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പലപ്പോഴും വരാത്തത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പറയാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.